الرجيم بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല. സൂക്ഷിച്ചു കാണിക്കുന്നവർക്ക് നേരെ കാണിക്കുന്നത്ര ഇത് ഖുർആൻ അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്നതിൽ വിശ്വാസികളെ നമുക്ക് ഏതൊരു സ്നേഹത്തിനും ഇടയിലല്ലേ. ലോകത്ത് കഴിഞ്ഞു പോയതും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നതുമായ മുഴുവൻ മനുഷ്യരും മാർഗദർശനങ്ങളുമായിട്ടാണ് അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. നമ്മുടെ ജീവിതത്തിലെ മിക്ക മേഖലകളിലും ആ ഖുർആൻ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. സഹോദരങ്ങളെ, ആരെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചത്? വിശ്വാസികളെ നാം ഓരോരുത്തരെയും കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അള്ളാഹുവിനെ കുറിച്ചും സ്വർഗ്ഗ നരകങ്ങളെ കുറിച്ചും മലക്കുകളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നാം. അതുപോലെ തന്നെ കൃത്യസമയത്ത് നമസ്കരിക്കുകയും വേണം. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കാനാണ്. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാനും ചിലവഴിക്കണം എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ആകുന്ന ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് നാം തന്നെ അതിനെ നിലനിർത്തുകയും ചെയ്യും. ഖുർആനിനെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പറഞ്ഞതാണ്. ലോകാവസാനം വരെ യാതൊരു മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ ഈ ഖുർആൻ ഇവിടെ നിലനിൽക്കും എന്നുള്ളതിന് അള്ളാഹു പറഞ്ഞ ഉറപ്പാണിത്. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കാൻ സമയം കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ അവൻ പരിശ്രമിക്കണം. എന്നാൽ നമുക്ക് ഈ ലോകത്തും നാളെ മരണാനന്തരം പരലോകത്തും വിജയം കൈവരിക്കാൻ സാധിക്കും. അതിനെ നാം ഓരോരുത്തരും അള്ളാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.